ഹായ് എവരിവൺ. ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ പ്രായത്തിലുള്ളവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയർ വല്ലാതെ വീർത്ത് സ്തംഭിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. ഇതുണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കാരണങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ വയർ സ്തംഭനം കുറയ്ക്കാൻ സാധിക്കുന്നു. ഒന്നാമത് പറയുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണം പ്രോപ്പറായിട്ട് ചവച്ചരച്ച് കഴിക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ദഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് വായ്ക്കുള്ളിൽ തന്നെയാണ്. പ്രോപ്പറായിട്ട് ഭക്ഷണം നമ്മുടെ ഉമിനീരുമായിട്ട് മിക്സ് ചെയ്തില്ലെങ്കിൽ ഇത് നമുക്ക് വയർസ്തംഭനത്തിന് കാരണമാകുന്നു. പിന്നീട് പറയുകയാണെങ്കിൽ നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തത് തന്നെയാണ്. നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അത് ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവാനും അസിഡിറ്റിക്കും കാരണമാകുന്നു. പിന്നീട് പറയുകയാണെങ്കിൽ നമ്മളെ ഭക്ഷണം ഓവറായിട്ട് എക്സസ് ആയിട്ട് കഴിക്കുന്നത് തന്നെയാണ്. അത് നമ്മൾ ഭക്ഷണമായിട്ട് ഓവറായിട്ട് കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് വയർ സ്തംഭനം, അസിഡിറ്റി എന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമാകുന്നു. പിന്നെ നമുക്ക് പാലിന്റെയോ പാലുൽപ്പന്നങ്ങളോ കഴിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന അലർജിയും കൊണ്ടും ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. പിന്നെ അമിതമായിട്ട് നമുക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോഴും അമിതവണ്ണം ഉള്ളവരിലും പ്രമേഹ രോഗമുള്ളവരിലും അമിതമായിട്ട് ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണം കഴിക്കുന്നവരിലും ഈ പറഞ്ഞ ഗ്യാസിന്റെ ഫോർമേഷൻ കണ്ടുവരുന്നു. പിന്നീട് വ്യായാമം പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ വ്യായാമ കുറവുള്ളവരിലും ഈ പറഞ്ഞ ഗ്യാസിന്റെ പ്രശ്നങ്ങളും സ്തംഭനങ്ങളും കണ്ടുവരുന്നു. സോ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു.